വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിൻ്റെ അടിവാരത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ താഷി എന്നൊരു ബാലൻ താമസിച്ചിരുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ രാത്രികൾ അഗ്നിക്ക് ചുറ്റുമിരുന്ന് ഒരു കഥ പറയുമായിരുന്നു. മഞ്ഞിൽ വലിയ കാൽപ്പാടുകൾ ഇടുന്ന വലിയ ശരീരമുള്ള ഒരു രഹസ്യ ജീവിയെക്കുറിച്ച്. ഒരു ദിവസം താഷിയും അവൻ്റെ സുഹൃത്തായ പെമയും മലമുകളിൽ കന്നുകാലികളെ മേയ്ക്കാൻ പോയപ്പോൾ മഞ്ഞിൽ വിചിത്രമായ വലിയ കാൽപ്പാടുകൾ കണ്ടു. മനുഷ്യൻ്റെ കാൽപ്പാടുകൾ പോലെ തന്നെയായിരുന്നു അവ, പക്ഷേ വളരെ വലുത്. അവർക്ക് ഭയവും കൗതുകവും ഒരുമിച്ച് തോന്നി. അവർ കാൽപ്പാടുകൾ പിന്തുടർന്നു. കുറേ ദൂരത്തിന് ശേഷം മഞ്ഞ് മൂടിയ പാറയ്ക്കിടയിൽ ഒരു വലിയ നിഴൽ അവർ കണ്ടു. വെള്ളയും ചാരനിറവും കലർന്ന രോമം നിറഞ്ഞ വലിയ ഒരു ജീവി. അതായിരുന്നു യതി, ഒരു മഞ്ഞുജീവി. ആ ജീവിയെ കാണാൻ ഭീകരമായി തോന്നിയെങ്കിലും അതിൻ്റെ കണ്ണുകൾ ക്രൂരതയില്ലായിരുന്നു. അത് നിശബ്ദമായി അവരെ നോക്കി, പിന്നെ തിരിഞ്ഞ് മഞ്ഞുമലകളുടെ ആഴങ്ങളിലേക്ക് നടന്നു മറഞ്ഞു. താഷിക്ക് മനസ്സിലായി, യതി മനുഷ്യരെ ആക്രമിക്കാൻ വരുന്നതല്ല, അത് മലകളുടെ നിശബ്ദ സംരക്ഷകനായിരിക്കാം. അവർ തിരികെ ഗ്രാമത്തിലെത്തി വിവരങ്ങളെല്ലാം പറഞ്ഞു. ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. പക്ഷെ അന്നു മുതൽ താഷിയെ ആൾക്കാർ പലവട്ടം ചോദ്യം ചെയ്തു. അത് ശരിക്കും ഉണ്ടോ? എത്ര വലുതായിരുന്നു? നിന്നെ ആക്രമിച്ചില്ലേ? അങ്ങനെ പലതരം ചോദ്യങ്ങൾ. താഷി എപ്പോഴും ഒരേ മറുപടി തന്നെ പറയുമായിരുന്നു. അതൊരു ഭീകരനൊന്നുമല്ല, വളരെ ശാന്തമായ ഒരു ജീവിയായിരുന്നു. അത് ചിലപ്പോൾ ഈ മലകളുടെ ഭാഗമായിരിക്കാം. വർഷങ്ങൾ കടന്നുപോയി. താഷി വളർന്നു. അവൻ മലകളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം ചില വിദേശ ശാസ്ത്രജ്ഞർ ഗ്രാമത്തിലെത്തി. അവർ ഹിമാലയത്തിൽ ഒരു രഹസ്യ ജീവിയെക്കുറിച്ച് പഠിക്കാൻ വന്നവരാണ്. താഷി അവരോടൊപ്പം ചേർന്നു. താഷി അവരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മലമുകളിലെത്തി അവർ മഞ്ഞിൽ ചില വലിയ കാൽപ്പാടുകൾ കണ്ടു. അതിൻ്റെയൊക്കെ ഫോട്ടോയും എടുത്തു. മഞ്ഞിൽ കുടുങ്ങിയ ചില രോമങ്ങൾ ശേഖരിച്ചു. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇതൊരു തരം കരടിയുടെ പാദമുദ്രയാകാം. ചിലപ്പോൾ മഞ്ഞുരുകുമ്പോൾ പാദമുദ്രകൾ വലുതായി തോന്നുന്നതാകാം. മറ്റൊരാൾ പറഞ്ഞു, പക്ഷേ ഈ പാദമുദ്രയുടെ രൂപം കരടിയുടേതുപോലെ അല്ല, എന്തോ വ്യത്യസ്തമായിട്ടുണ്ട്. അവർ ശേഖരിച്ച രോമങ്ങൾ പരിശോധിക്കാൻ ലാബുകളിലേക്ക് അയച്ചു. ഫലങ്ങൾ വന്നപ്പോൾ അതിൽ ചിലത് ഹിമാലയൻ ബ്രൗൺ കരടിയുടേതിന് സാമ്യമുണ്ടെന്ന് കണ്ടെത്തി. പക്ഷേ ചില സാമ്പിളുകൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. ശാസ്ത്രജ്ഞർ പറഞ്ഞു, യതി എന്നത് ഒരു പക്ഷേ അപൂർവമായ കരടികളുടെ ഒരിനമായിരിക്കാം. പക്ഷെ താഷി ഉറപ്പോടെ പറഞ്ഞു, അല്ല, ഞാൻ കണ്ടതൊരു കരടിയെ അല്ല, അത് മറ്റെന്തോ ജീവിയാണ്. താഷി പറഞ്ഞത് കേട്ട് അവരെല്ലാം വീണ്ടും മലയിലേക്ക് പോയി. മലയുടെ അകത്തുള്ള ക്യാമ്പിൽ ഒരു ദിവസം രാത്രി വലിയൊരു നിഴൽ അവർ കണ്ടു. ആരും വ്യക്തമായ ഒരു ജീവിയെയും കണ്ടില്ല. പക്ഷേ വളരെ അകലെ ഒരു വലിയ ജീവി മഞ്ഞിനിടയിലേക്ക് നടന്നു നീങ്ങുന്നു. അതോടെ അത് കരടിയല്ല എന്ന് അവരും ഉറപ്പിച്ചു. വർഷങ്ങളോളം നിരവധി സംഘങ്ങൾ യതിയെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മലകളിലെ അപകടം, തെളിവുകളുടെ അഭാവം എന്നിവ മൂലം പല സംഘങ്ങളും തങ്ങളുടെ ശ്രമം ഉപേക്ഷിച്ച് പിന്നോട്ടു പോയി. താഷിക്ക് പ്രായമായി. ഒരു ദിവസം വയസ്സായ താഷി വീണ്ടും മലമുകളിൽ പോയി. അവൻ ആദ്യമായി യതിയെ കണ്ട സ്ഥലം. അവിടെ ശാന്തത മാത്രമുണ്ടായിരുന്നു. കാറ്റിൻ്റെ ശബ്ദം, മഞ്ഞു വീഴുന്ന ശബ്ദവും. അവൻ പുഞ്ചിരിച്ചു. നിന്നെ ഞാൻ ഒരിക്കൽ കണ്ടതല്ലേ? നീ ഇവിടെ തന്നെ ഉണ്ടോ? നീ ഈ മലകളുടെ ആത്മാവാണെന്ന് എനിക്കറിയാം. നിന്നെ ആർക്കും കണ്ടെത്താനുമാവില്ലെന്നറിയാം എന്നു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് താഷി തിരികെ മലയിറങ്ങി. ദൂരെ, വളരെ ദൂരെ നിന്ന് ശാന്തമായ കണ്ണുകളോടെ യതി അപ്പോഴും താഷിയെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഇത് വെറുമൊരു കഥയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ളവർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു ജീവി അവിടെയുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകളുടെ ചിത്രങ്ങളാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇങ്ങനെയൊരു ജീവി ഹിമാലയത്തിൽ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ടോ? കമൻറ്റ് ചെയ്യാമോ? കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണേ.